പ്രിയപ്പെട്ടവരെ, EVM സിമുലേറ്റർ എന്ന ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്താമെന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് EVM സിമുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതിനുശേഷം ആപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിലേറ്റവും താഴെയുള്ള ആപ്പ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ടോട്ടൽ കാൻഡിഡേറ്റ്സ്, ലാംഗ്വേജ്, EVM ടീം. ഇതിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 കാൻഡിഡേറ്റ്സിനെ വരെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ക്ലാസ്സിൽ എത്ര കാൻഡിഡേറ്റ്സ് ആണോ ഉള്ളത് ആ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 4 സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ട്. EVM തീം വൈറ്റ്, ക്രീം 2 ഓപ്ഷൻ ഉണ്ട്. EVM വേർഷൻ M2, വിത്തൗട്ട് പാസ്വേഡ്, വോട്ടിംഗ് ഗ്യാപ്പ്, റിസൾട്ട് വ്യൂ ഗ്യാപ്പ്. ഇതൊക്കെ അവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല. ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ മാത്രം മാറ്റം വരുത്തുക. തുടർന്ന് ഇതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ബാലറ്റ് യൂണിറ്റ് കാണാൻ കഴിയും. ഈ ബാലറ്റ് യൂണിറ്റിൽ കാൻഡിഡേറ്റ്സിൻ്റെ നെയിം നൽകാനും അതേപോലെ സിമ്പൽ നൽകാനുമുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ രാജു എന്നുള്ള ഒരു പേര് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഈ രാജു എന്ന കുട്ടിക്ക് സിമ്പൽ നൽകുന്നതിന് വേണ്ടിയിട്ട് സിമ്പൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഡീഫോൾട്ടായിട്ട് കുറേ ചിഹ്നങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ചിഹ്നങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സിമ്പലുകളുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നാമത്തത് ബാറ്റ് സെലക്ട് ചെയ്യുന്നു രാജുവിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഇവിടെ റാണി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റാണിക്ക് സിമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് നേരെയുള്ള സിമ്പിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് ഫ്രം ഗാലറി എടുക്കുന്നു. അതിൽ രണ്ടാമത്തെ ഒരു സിമ്പിൾ അംബ്രല്ലയുടെ സിമ്പിൾ നൽകുന്നു. മൂന്നാമത്തെ ഗോപു ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പേര്. ആ പേരിന് നേരെയുള്ള സിമ്പിൾ കൊടുക്കാൻ വേണ്ടി ചൂസ് ഫ്രം ഗാലറിയിൽ പോകുന്നു. മൂന്നാമത്തെ ഒരു സിമ്പിൾ ക്ലോക്ക് നൽകുന്നു. അതേപോലെ നാലാമത്തെ കുട്ടിക്കും ഞാൻ സിമ്പിൾ നൽകുന്നു. ഗാലറിയിൽ പോയിട്ട് സിമ്പിൾ നൽകുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളുടെ പേര് ടൈപ്പ് ചെയ്തു, അവർക്ക് സിമ്പിളും നൽകി. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ബട്ടൺ അടിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നു. ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. EVM സിംഗിൾ മൊബൈൽ, ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ഒന്നിച്ച് വരുന്ന ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ EVM ബാലറ്റ് യൂണിറ്റും EVMഉം വേറെ വേറെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ഒന്നാമത്തെ രീതി ഒരു മൊബൈലിൽ തന്നെ എങ്ങനെയാണ് ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സെറ്റ് ചെയ്ത് ഇലക്ഷൻ നടത്തുന്നത് എന്നാണ് വിശദമാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൺട്രോൾ യൂണിറ്റും റൈറ്റ് സൈഡിലായിട്ട് ബാലറ്റ് യൂണിറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത കുട്ടികളുടെ പേരും അവരുടെ സിമ്പിളും ഒക്കെ വന്നിട്ടുണ്ടാവും. നമ്മളിനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഓൺ ചെയ്യുകയാണ്. കൺട്രോൾ പവർ ഓൺ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേക്ക് ഏറ്റവും മുകളിലുള്ള പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ഒരു ബട്ടണും കൂടിയുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഗോൾഡൻ കളറിലുള്ള ആ ബട്ടൺ ഓൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഓണായി വരികയാണ്. അതിൻ്റെ ഡേറ്റ്, സീരിയൽ നമ്പർ, അതേപോലെ പവർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നമ്മൾ എത്ര കാൻഡിഡേറ്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിക്കുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിംഗ് ആരംഭിക്കാവുന്നതാണ്. പോളിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലറ്റ് എന്നുള്ള താഴെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബാലറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് റൈറ്റ് സൈഡിലെ ബാലറ്റ് യൂണിറ്റിന് മുകളിൽ ഗ്രീൻ ലൈറ്റ് കത്തുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വോട്ടിംഗ് ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്നാമത്തെ കാൻഡിഡേറ്റിന് ഒരു വോട്ട് ചെയ്യുകയാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം അതിൻ്റെ VVPAT മെഷീനിൽ വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ
ഗ്രീൻ ലൈറ്റ് ഓഫ് ആവുന്നതും കാണാൻ കഴിയും. വീണ്ടും രണ്ടാമത്തെ കുട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാലറ്റിൽ നൽകുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടി വന്നിട്ട് രണ്ടാമത്തെ ഒരു വോട്ട് നൽകുന്നു. അതിൻ്റെ വിവിപാറ്റും വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത ബാലറ്റ് നൽകുന്നു. അടുത്തൊരു കുട്ടിക്ക് വോട്ട് നൽകുന്നു. വീണ്ടും ബാലറ്റ് നൽകുന്നു. അടുത്ത കുട്ടിക്ക് വോട്ട് ചെയ്യുന്നു. വീണ്ടും ബാലറ്റ് നൽകുന്നു. ഒന്നാമത്തെ കുട്ടിക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോട്ടിംഗ് അവസാനിപ്പിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ക്ലോസ് എന്നുള്ള ബട്ടൺ അമർത്താം. അതിനിടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ടോട്ടൽ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ അമർത്തി നമുക്ക് ടോട്ടൽ എത്ര വോട്ട് ചെയ്തിട്ടെന്ന് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മുഴുവൻ കുട്ടികളും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ക്ലോസ് ബട്ടൺ അമർത്തുന്നു. ഇതോടുകൂടി നമ്മുടെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. വോട്ടിംഗ് അവസാനിച്ച സമയം, സീരിയൽ നമ്പർ, എത്ര കാൻഡിഡേറ്റ് ഉണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കും. ടോട്ടൽ പോൾഡ് വോട്ട്സ് അവിടെ കാണിക്കുന്നുണ്ട്. പോൾ ക്ലോസ്ഡ്. പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റിസൾട്ടാണ്. ആ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി റിസൾട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടിംഗ് റിസൾട്ട് എന്ന് കാണാവുന്നതാണ്. ഡേറ്റ്, സീരിയൽ നമ്പർ, ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കാണിക്കുന്നു. ടോട്ടൽ പോൾഡ് വോട്ട്സ് 5 എന്ന് കാണിക്കുന്നു. ഓരോ കാൻഡിഡേറ്റിനും കിട്ടിയ വോട്ടുകൾ കാൻഡിഡേറ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ വോട്ടിംഗ് കണ്ടെത്താൻ കഴിയും. ഈ രീതിയിൽ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് എടുക്കാനും കഴിയും. നമുക്കിനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ വോട്ടിംഗ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ക്ലിയർ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ ഡാറ്റകൾ മുഴുവൻ ക്ലിയർ ചെയ്യാൻ കഴിയും. ക്ലിയർ അമർത്തുന്നു. ഡിലീറ്റിംഗ് പോൾഡ് വോട്ട്സ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പോൾ ഇത് ഒരു മൊബൈൽ ഉപയോഗിച്ച് എല്ലാം ഇതിൽ തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു.